പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ കുടംപുളി ഇട്ട അയലക്കറിയാണ്. അപ്പോൾ നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ അതിനായിട്ട് ഞാൻ അയല എടുത്തിട്ടുണ്ട്. ഇതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ ഇതിൽ നിന്നും 3 മീനാണ് കറി വെക്കാനായിട്ട് എടുത്തിരിക്കുന്നത്. മീനെല്ലാം ഞാൻ ക്ലീൻ ചെയ്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നപ്പോൾ ഞാൻ ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുത്തു. ഉലുവ ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി എന്നിവ ഇട്ട് കൊടുക്കുക. എന്നിട്ടൊരു 1/2 മിനിറ്റ് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം. ഇത് ചെറുതായിട്ടൊന്ന് ചുവന്ന് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കാം. ഉള്ളിയെല്ലാം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 2.5 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, ഞാൻ മല്ലിപ്പൊടി വളരെ കുറച്ചാണ് എടുത്തിരിക്കുന്നത്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിവ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ചെറു തീയിലിട്ട് നമുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇത് മൂത്ത് വരുന്ന സമയത്ത് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന കുടംപുളി ഇട്ട് കൊടുക്കുക. ഇനി ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ചേർത്ത് നന്നായിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കുക. ഇനി ഇതിന് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് തിളച്ച് വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതിനുള്ള അരപ്പ് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. മീൻ ഇട്ടതിന് ശേഷം നമുക്കൊരു സ്പൂൺ ഉപയോഗിച്ച് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് അടച്ച് വെച്ച് 8 മുതൽ 10 മിനിറ്റ് വരെ വേവിച്ചെടുക്കാം. മീൻ വെന്തതിന് ശേഷം സ്പൂണിട്ട് ഇളക്കാൻ പാടില്ല. അങ്ങനെയായാൽ മീൻ ഉടഞ്ഞു പോകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ നമ്മുടെ കുടംപുളി ഇട്ട അയലക്കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ.